LPG പ്രതിസന്ധിയെ മറികടക്കാൻ പല മാർഗങ്ങൾ തേടുകയാണ് ജനം. ഇതിനിടയിൽ തിരുവനന്തപുരം ചാലയിൽ ഗ്യാസ് സിലിണ്ടർ മോഷ്ടിച്ച സംഭവവും ഉണ്ടായി. വടക്കൻ ജില്ലകളിലേക്ക് സിലിണ്ടർ എത്തിക്കുന്ന മലപ്പുറം ചേളാരി IOC പ്ലാന്റിൽ തുടർച്ചയായ 4ാം ദിവസവും വാണിജ്യ സിലിണ്ടറിൽ ഗ്യാസ് നിറയ്ക്കുന്നത് മുടങ്ങിയിരിക്കുകയാണ്. ആവശ്യക്കാർ കുറച്ച് കൂടി വരുന്നുണ്ട്. അതായത് ഇവിടെ ഗ്യാസിൻ്റെ ക്ഷാമം കൊണ്ട് അല്പം കൂടി വരുന്നുണ്ട്. ഹോട്ടലുകളൊക്കെ ചില ഗ്യാസ് ബന്ധായതുകൊണ്ട് വരുന്നുണ്ട്. ഒരു ടണ്ണിന് ഇപ്പോൾ ശരാശരി വരികയാണെങ്കിൽ ഒരു 4 ഉറുപ്പിൻ്റെ അടുത്തൊക്കെ വരും. ഗ്യാസ് സിലിണ്ടർ കിട്ടാതായപ്പോൾ വിറകിന് വില കുതിക്കുകയാണ്. ഇപ്പോൾ വിറകിനായുള്ള പരക്കം പാച്ചിൽ. ചിലയിടത്ത് ഹോട്ടലുകളിൽ സിലിണ്ടറിന് പകരം ദിവസങ്ങൾക്ക് മുമ്പേ വിറകടുപ്പ് കൂട്ടി. ഗ്യാസ് കിട്ടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് നേരത്തെ ഇരുന്ന സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ. പുതിയ ഏജൻസി സംസാരിച്ചപ്പോഴത്തേക്കും അവർക്ക് ഗ്യാസ് കിട്ടാനൊരു മാർഗ്ഗമില്ലെന്നുള്ളതാണ്. പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു കഴിഞ്ഞ 2 വർഷമായി വിറകടുപ്പാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. കടുക് വറക്കാനും ചായക്കും ഒക്കെ വേണ്ടി മാത്രമേ ഗ്യാസ് ഉപയോഗിക്കുന്നുള്ളൂ. എന്നാൽ സിലിണ്ടർ മാത്രം ആശ്രയിച്ചു കഴിയുന്ന ചെറുകടകളിൽ കടുത്ത പ്രതിസന്ധി. കോഴിക്കോട് നഗരത്തിന് സമീപമുള്ള ദമ്പതികളുടെ പ്രതികരണം ഇത് വ്യക്തമാക്കുന്നതാണ്. ഞങ്ങൾക്ക് ഇന്നും കൂടി തുറക്കാനുള്ള ഗ്യാസേ ഉള്ളൂ. ഇനിയിപ്പോൾ നാളെ മുതൽക്ക് കട ലീവായിരിക്കും. 2-3 ദിവസമായി ഗ്യാസിന് നോക്കുന്നു, ഇതുവരെ ഗ്യാസ് കിട്ടുന്നില്ല. ഫോൺ സ്വിച്ച് ഓഫാണ്. ഗ്യാസുകാരൻ്റെ ഫോൺ തന്നെ സ്വിച്ച് ഓഫാണ്. വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. ഇനിയിപ്പോൾ ഞങ്ങൾ ഇന്നും കൂടി ഉണ്ടാവുള്ളൂ കട കഴിഞ്ഞ് പൂട്ടുക. തിരുവനന്തപുരത്തെ കോഫി ഹൗസിൽ മസാല ദോശ വരെ നിർത്തി. ഗ്യാസിന്റെ ഏറ്റവും വലിയ അഭാവമാണ് എല്ലാ കോഫി ഹൗസിലും. ഈ കോഫി ഹൗസ് എല്ലാ തമ്പാന്റെ കോഫി ഹൗസ് എല്ലാ കോഫി ഹൗസുകളിലും നമ്മളെല്ലാ മെനുവും വെട്ടിക്കുറച്ചിരിക്കുകയാണ്. അടുപ്പത്ത് വേവുന്ന സാധനങ്ങൾ മാത്രമേ നമ്മൾ കൊടുക്കാറുള്ളൂ. പ്രതിസന്ധിയിൽ ആശങ്ക വേണ്ടെന്ന് ഉപഭോക്താക്കളോട് മന്ത്രി GR അനിൽ. ഗാർഹികേതര ഉപഭോക്താക്കൾക്കുള്ള അലോട്ട്മെന്റ് ഒരു മുൻഗണന നിശ്ചയിക്കാൻ, ആ മുൻഗണനയിൽ ഏറ്റവും പ്രയോറിറ്റി വരുന്നതിൽ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള അതിന് പ്രയോറിറ്റി കൊടുത്തുകൊണ്ടുള്ള ലിസ്റ്റ് തയ്യാറാക്കി കൊടുക്കാനും ആ നിലയിൽ വിതരണത്തിൽ ക്രമീകരിക്കാനുമാണ് ഇന്നലത്തെ യോഗം തീരുമാനിച്ചത്. ഇതിനിടെ തിരുവനന്തപുരം ചാലയിൽ ഹോട്ടലിൽ നിന്ന് ഗ്യാസ് സിലിണ്ടർ മോഷണം പോയി. പാചകവാതകം കിട്ടാതായപ്പോൾ പകരം സംവിധാനമായി ഇൻഡക്ഷൻ കുക്കറും വാട്ടർ ഹീറ്ററും വാങ്ങുന്നവരേറെയാണ്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.